എത്ര മനോഹാരിതയാണ് തൃക്കാരിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്. അപാരമായ ശൈവകാരുണ്യത്തിൻ്റെ നിർഭരത ഈ ക്ഷേത്രസന്നിധിയിൽ എമ്പാടുമുണ്ട്. തൃക്കാരിയൂരപ്പൻ്റെ തിരുനടയിൽ എത്താനായാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ ജൈവിക സ്പന്ദനം മനസ്സിനൊപ്പം ഓരോ ജീവകോശവും അനുഭവിച്ചറിയും. തൃക്കാരിയൂരിൽ എത്തുമ്പോൾ രാവിലെ 10 മണി കഴിഞ്ഞിരുന്നു. നടയടയ്ക്കുമോ എന്ന വിഷമത്തോടെ അവിടെ എത്തുമ്പോഴറിഞ്ഞു, അത്ര വേഗമൊന്നും തൃക്കാരിയൂരപ്പൻ്റെ തിരുനട അടയ്ക്കില്ല. എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് പ്രസിദ്ധമായ തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം. മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴിയായ കോതയാറിൻ്റെ വടക്കേ കരയിൽ ചരിത്രത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഈ പുണ്യസങ്കേതം വർത്തമാനകാലത്തിലും അനേകായിരം ഭക്തഹൃദയങ്ങളിൽ വിടരുന്ന വിസ്മയ സന്നിധിയാണ്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തി എന്ന് കരുതപ്പെടുന്ന ശിവാലയങ്ങളിൽ ഏറ്റവും അവസാനം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. ആദിചേര രാജാക്കന്മാരുടെ ആസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടുന്ന തൃക്കാരിയൂർ ചരിത്രപരമായും അനുപമമായ ഐതിഹ്യങ്ങളാലും കേൾവി കേട്ടതാണ്. ഇവിടെ നൂറ്റാണ്ടുകളുടെ സ്മൃതികൾ ഉറങ്ങുന്ന നിരവധി ചരിത്രരേഖകൾ ഇപ്പോഴുമുണ്ട്. 4 ഏക്കറോളം വരുന്ന വലിയ ക്ഷേത്ര സമുച്ചയത്തിലാണ് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് കിഴക്കോട്ടാണ് ദർശനം. കിഴക്കും പടിഞ്ഞാറുമായി 2 ഗോപുരങ്ങളുണ്ട്. കിഴക്കേ ഗോപുരത്തിനുള്ളിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ വലിയ നടപ്പന്തൽ കാണാം. അതിനോട് ചേർന്ന് തന്നെ തേക്കിൽ ചെമ്പ് പൊതിഞ്ഞ കൊടിമരം വളരെ പഴക്കമുള്ളതാണ്. ബലിക്കൽ മണ്ഡപം അതിനപ്പുറമാണ്. ബലിക്കൽ പുരയുടെ മേൽക്കൂരയിൽ അഷ്ടദിക്പാലരുടെയും ബ്രഹ്മാവിൻ്റെയും മനോഹരമായ കൊത്തുപണികളുണ്ട്. കിഴക്കേ ഗോപുരത്തിൻ്റെ നേരെ മുന്നിൽ വലിയൊരു ക്ഷേത്രകുളമുണ്ട്. ഈ കുളത്തിലേക്ക് ദർശനം വരുന്ന വിധത്തിലാണ് മൊത്തം ക്ഷേത്രസങ്കേതം നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കേ ഗോപുരത്തിന് നേരെ ഒരു ചെറിയ കുളപ്പുര നിർമ്മിച്ചിട്ടുണ്ട്. ഈശ്വര സേവാ കൊട്ടാരം എന്നാണ് ഇതിൻ്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവിടുത്തെ ബ്രാഹ്മണർ നാമജപത്തിനും മറ്റുമായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. ഇന്നിവിടെ ക്ഷേത്രകലാപീഠവും മറ്റും പ്രവർത്തിച്ചു വരുന്നു. ഇതിലൂടെ നേരെ ഇറങ്ങിപ്പോയാൽ ക്ഷേത്രകുളത്തിൻ്റെ മുന്നിലെത്താം. സപ്തനദികളുടെ വിശേഷിച്ച് ഗംഗയുടെ സാന്നിധ്യം ഈ തീർത്ഥകുളത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം. തന്മൂലം ഇവിടുത്തെ ജലം പവിത്രമായി കണക്കാക്കപ്പെടുന്നു. ഈശ്വര സേവാ കൊട്ടാരത്തിൻ്റെ വടക്കുഭാഗത്ത് ചെറിയൊരു മുറിയുണ്ട്. അവിടെയാണ് പരശുരാമ പ്രതിഷ്ഠയുള്ളത്. പരശുരാമൻ അന്തർധാനം ചെയ്തത് ഇവിടെ വച്ച് ആണ് എന്നാണ് വിശ്വാസം. അവിടെ അദ്ദേഹത്തെ സങ്കല്പിച്ച് ഒരു വിളക്കും അദ്ദേഹത്തിൻ്റെ പാദമുദ്രയുമാണ് പൂജിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ തൊഴുതിട്ടേ ഭക്തർ ശിവക്ഷേത്ര ദർശനത്തിന് പോകാവൂ എന്നാണ് ചിട്ട. കുളത്തിൻ്റെ മറുകരയിൽ മറ്റൊരു ഭഗവതി ക്ഷേത്രം കാണാം. കിഴക്കേ കരക്കാവ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അന്നപൂർണേശ്വരി സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. കേരളത്തിലെ പ്രധാന നദികളിലൊന്നായ മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴിയായ കോതയാർ ഈ ക്ഷേത്രത്തിൽ നിന്നും 500 മീറ്റർ തെക്കുമാറി ഒഴുകുന്നു. പുഴയ്ക്ക് കുറുകെ ചെറിയൊരു പാലവും ഇവിടെ പണിതിട്ടുണ്ട്. ചതുരാകൃതിയിൽ 2 നിലകളോടെ പണിതുയർത്തിയതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. സാമാന്യം വലിപ്പമുള്ള ശ്രീകോവിലാണിത്. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിൻ്റെ 2 നിലകളും ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിൽ സ്വർണ്ണത്താഴികക്കുടം ശോഭയോടെ നിറഞ്ഞു നിൽക്കുന്നു. മുഖമണ്ഡപത്തോടെയാണ് ശ്രീകോവിൽ പണിതിരിക്കുന്നത്.
ശ്രീകോവിലിനകത്തേക്ക് കടക്കാൻ 3 പടികളുണ്ട്. അവ പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശി മനോഹരമാക്കിയിരിക്കുന്നു. സോപാനത്തിലെ ദ്വാരപാലക രൂപങ്ങളും മനോഹരമാക്കിയിട്ടുണ്ട്. ശ്രീകോവിലിനകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് ശിവലിംഗ പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. ഏകദേശം 3.5 അടി വലിപ്പമുള്ള ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പരശുരാമ പ്രതിഷ്ഠിതം എന്നാണ് സങ്കല്പമെങ്കിലും ഇവിടെയുള്ളത് സ്വയംഭൂലിംഗമാണ്. അതിൻ്റെ തെളിവായി പീഠം വിഗ്രഹത്തിലൂടെ ഇറക്കി വച്ചത് കാണാം. കൂടാതെ യാതൊരുവിധ മിനുക്കുപണികളും ഇവിടെ നടത്തിയിട്ടില്ല. ശിവന് പ്രിയങ്കരമായ കൂവളമാല, തുമ്പപ്പൂമാല, രുദ്രാക്ഷമാല തുടങ്ങിയവയാൽ വിഗ്രഹത്തിൻ്റെ നല്ലൊരു ഭാഗവും മൂടിവച്ചിരിക്കുന്നു. വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ച് കാലാകാലങ്ങളായി നടന്നു വരുന്ന മന്ദാർച്ചനയിലും അഭിഷേകങ്ങളിലും പ്രസന്നനായി സാക്ഷാൽ തൃക്കാരിയൂരപ്പൻ ശിവലിംഗ രൂപത്തിൽ വാണരുളുന്നു. പടിഞ്ഞാറെ ഗോപുരം കടന്ന് നേരെ പോയാൽ ഒരു ഭഗവതി ക്ഷേത്രം, പടിഞ്ഞാട്ടുകാവ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. വനദുർഗാ സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. അതിനാൽ ഇവിടെ ശ്രീകോവിലിന് മേൽക്കൂര ഇല്ല. ഭഗവതിയെ കൂടാതെ ഗണപതിയും ഇവിടെ സാന്നിധ്യമരുളുന്നു. തൃക്കാരിയൂർ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായാണ് ഇതിനെ കണ്ടുവരുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് വലിയ 2 നില ഊട്ടുപുരയുണ്ട്. പണ്ട് ഇതിൻ്റെ 2 നിലകളിലും ഊട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ ദേവസ്വം ഓഫീസ് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ ക്ഷേത്രത്തിൻ്റെയും പരിസരങ്ങളുടെയും വിശാല വീക്ഷണം കിട്ടും. ഈ ഊട്ടുപുരയുടെ സമീപത്ത് ചെറിയൊരു ശ്രീകോവിൽ കാണാം. യക്ഷിയാണ് അവിടെ പ്രതിഷ്ഠ. സുന്ദരയക്ഷി ഭാവത്തിലാണ് പ്രതിഷ്ഠ. കണ്ണാടിയിൽ നോക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് ബിംബം. തൃക്കാരിയൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. 21 വട്ടം ക്ഷത്രിയകുലത്തെ മുടിച്ച മഹാപാപത്തിൽ നിന്ന് മുക്തി നേടാൻ പരശുരാമൻ തനിക്ക് ലഭിച്ച ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. എന്നാൽ അവരിൽ ചിലർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് അദ്ദേഹം വരുണദേവനിൽ നിന്ന് അനുമതി വാങ്ങി സ്വന്തം മഴുവെറിഞ്ഞ് കേരളഭൂമി സൃഷ്ടിച്ചു. ബാക്കിയുള്ള ബ്രാഹ്മണരെ അദ്ദേഹം കേരളത്തിലേക്ക് ക്ഷണിച്ചു. കേരളത്തിലെത്തിയ ബ്രാഹ്മണരെ 64 ഗ്രാമങ്ങളിലായി താമസിപ്പിച്ച അദ്ദേഹം അവർക്ക് ആരാധന നടത്താൻ 108 ശിവക്ഷേത്രങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും 5 ശാസ്താക്ഷേത്രങ്ങളും ഏതാനും വിഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു. അവയിൽ അവസാനം നിർമ്മിച്ച ക്ഷേത്രമായിരുന്നു തൃക്കാരിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. തൃക്കാരിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സർവരോഗ നിവാരകനായ വൈദ്യനാഥനായാണ്. ഇവിടെ ശങ്കരനാരായണനായും സങ്കല്പമുണ്ട്. 3.5 അടി പൊക്കം വരുന്ന സ്വയംഭൂലിംഗത്തിൽ അതീവ ശാന്തസ്വരൂപനായി കിഴക്കോട്ട് ദർശനമായാണ് തൃക്കാരിയൂരപ്പൻ കുടികൊള്ളുന്നത്. ആദിപരാശക്തിയായ സാക്ഷാൽ ശ്രീപാർവതി ദേവി ഭഗവാനോടൊപ്പം നിത്യസാന്നിധ്യം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. പിൽക്കാലത്ത് ക്ഷേത്രം വടക്കൻകൂർ രാജ്യത്തിന് കീഴിലായി. അക്കാലത്തും ക്ഷേത്രം പ്രൗഢിയോടെ നിലകൊണ്ടു. എന്നാൽ വടക്കൻകൂറിനെ തിരുവിതാംകൂർ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അസ്തമിക്കുകയും തൃക്കാരിയൂരും തിരുവിതാംകൂറിലെ എണ്ണമറ്റ ക്ഷേത്രങ്ങളിൽ ഒന്നാവുകയും ചെയ്തു. എങ്കിലും തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ഇവിടെ വന്ന് ദർശനം നടത്തുക പതിവുണ്ടായിരുന്നു. അക്കാലത്തൊരിക്കൽ തൃക്കാരിയൂർ ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായി. ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ശാന്തിക്കാരർ തീ പടരുന്ന ശബ്ദം കേട്ട് ഉണരുകയായിരുന്നു. തുടർന്ന് ഭയപ്പെട്ടോടിയ മേൽശാന്തി ശ്രീകോവിലിൽ കയറി തിടമ്പെടുത്ത് ശിവലിംഗം
ചെമ്പു തുണി കൊണ്ട് മൂടി. മേൽശാന്തി തിടമ്പ് ക്ഷേത്രക്കുളത്തിൽ മുക്കിപ്പിടിച്ചു. അങ്ങനെയാണ് എങ്കിൽ തീ അണയുമെന്നായിരുന്നു വിശ്വാസം. ഭാഗ്യമെന്ന് പറയട്ടെ, ക്ഷേത്രത്തിന് കാര്യമായ തകരാറുകളൊന്നും പറ്റിയില്ല. തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടന്നു. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ തമ്പുരാനായിരുന്നു അപ്പോൾ തിരുവിതാംകൂർ രാജാവ്. അദ്ദേഹം ക്ഷേത്രം സർക്കാരിനു കീഴിൽ കൊണ്ടുവന്നു. ഇന്ന് ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്.